ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. തിയേറ്ററുകളിൽ ഒരു മാസത്തോളം വളരെ മികച്ച അഭിപ്രായവും കളക്ഷനും നേടി മുന്നേറിക്കൊണ്ടിരുന്ന ഒരു ചിത്രമാണല്ലോ ആവേശം. ചിത്രം ഇതാ OTT റിലീസായിരിക്കുകയാണ്. ചിത്രം 29 ദിവസങ്ങൾ കേരളത്തിലും വേൾഡ് വൈഡായിട്ടുമുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 29 ദിവസത്തെ കളക്ഷനായിട്ട് 75 കോടിയോളം കളക്ഷനാണ് നേടിയിരിക്കുന്നത്. 27 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് 1 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്നും കളക്ഷൻ തൂത്തുവാരിയ ഒരു ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ആവേശം. തുടർച്ചയായി 27 ദിവസം 1 കോടി നേടിയ ചിത്രം 28ാം ദിവസമാണ് 1 കോടിക്ക് താഴേക്ക് വന്നത്. 29ാം ദിവസം കേരളത്തിൽ നിന്നും 30 ലക്ഷത്തോളം മാത്രമാണ് ആവേശം നേടിയത്. എന്നിരുന്നാൽ പോലും ഒരു മാസത്തോളം തിയേറ്ററുകളിൽ പിന്നിടുന്ന മറ്റുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആവേശം ഒരു വലിയ മികച്ച കളക്ഷൻ തന്നെയാണ് 29ാം ദിവസവും നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ വേൾഡ് വൈഡായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഏകദേശം 155 കോടിയോളം കളക്ഷൻ ചിത്രം വേൾഡ് വൈഡായി നേടിയെടുത്തിട്ടുമുണ്ട്. വൈശാഖിൻ്റെ സംവിധാനത്തിൽ മെയ് 23-ന് തിയേറ്ററുകളിലേക്ക് എത്താൻ കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രമാണല്ലോ നമ്മുടെ മമ്മൂക്ക നായകനായി എത്തുന്ന ടർബോ. ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായങ്ങളാണ് റിലീസിന് മുൻപും അതുപോലെ തന്നെ ട്രെയിലർ റിലീസിന് മുൻപും നേടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് 65 രാജ്യങ്ങളിലായിട്ടാണ് റിലീസ് വരുന്നത് എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാക്കുന്നത്. ടർബോ ഒരു വൈശാഖ് സംവിധാനത്തിൽ വരുന്ന ചിത്രമായതുകൊണ്ടും മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയായി മാറുകയാണ് ടർബോ. ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് 70 കോടിയാണെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലർ ഇതുവരെ റിലീസായിട്ടില്ല. എന്നിരുന്നാൽ പോലും ടർബോയുടെ ട്രെയിലർ മെയ് 17 റിലീസാവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ടർബോ ഒരു വലിയ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണെന്നാണ് പല അഭിമുഖങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ടർബോയുടെ റിലീസ് മെയ് 23-ന് തന്നെയാണ് എന്നുറപ്പിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ മെയ് 17 ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഇപ്പോൾ തന്നെ വളരെയധികം പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലോകമെമ്പാടും നിന്നും നേടിക്കഴിഞ്ഞ ഒരു ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ടർബോ. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ടർബോ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ടർബോയുടെ റിലീസിങ്ങിനായിട്ടും. ചിത്രം എങ്ങനെയിരിക്കും, ചിത്രം ഒരു ഫൈറ്റ് പടം ആണ് എന്ന് നമുക്കൊക്കെ വ്യക്തമായൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ടർബോയുടെ ട്രെയിലർ വിശേഷങ്ങൾക്കായും തുടർന്ന് ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായും. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.